വയനാട് പെരുന്തട്ടയിൽ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നു. പെരുന്തട്ട എസ്റ്റേറ്റിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ചത്ത പശുവുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ആനയായും കടുവയായും പുലിയായും ഒക്കെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലാക്കുന്ന രീതിയിൽ ഈ ശല്യം നാടിൻ്റെ നാനാഭാഗത്തുണ്ടാവുന്നുണ്ട്. ഇവിടെ ഈ പെരുന്തട്ടയിൽ ഈ പറയുന്ന വന്യമൃഗശല്യം സ്ഥിരമായുള്ള സ്ഥലമാണോ സുർജിത്ത്? തീർച്ചയായും ഹാഷ്മി, എത്രയോ കാലങ്ങളായി അവിടെ വന്യമൃഗശല്യമുണ്ട്. നേരത്തെ കടുവയും 3 കുട്ടികളും എത്തിയ ഇടമാണത്. മാത്രമല്ല, ഒരു പുലി പകൽ സമയത്ത് പോലും ഒരു പാറപ്പുറത്ത് ഇങ്ങനെ നിലയുറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ കാഴ്ചയും പുറത്തു വന്നതാണ്. അത്തരത്തിൽ കടുവയും പുലിയും നിരന്തരം ഇറങ്ങുന്ന പ്രദേശമാണ് ഈ പെരുന്തട്ട എന്ന് പറയുന്നത്. വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. അതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് വഴിമാറാനുള്ള സാഹചര്യം തന്നെയാണ്. സതീഷ് എന്നയാളുടെ പശുവിനെയാണ് ഇന്നലെ ഈ വന്യമൃഗം കൊലപ്പെടുത്തിയത്. അത് പുലിയാണ് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയാണെന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ പശുവിനെ എത്തിച്ചു. തുടർന്ന് പരിശോധന നടത്തി. ആ പരിശോധനയിൽ കടുവയാണ് എന്നുള്ളതാണ് മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി അതിൽ തന്നെ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇത് കടുവ തന്നെയാണ്. കടുവയെ നേരിൽ കണ്ട ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. നേരിട്ട് കണ്ടു, 15 മീറ്ററോളം അകലെ ഇങ്ങനെ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നിലവിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് വെള്ളാരംകുന്ന് എന്ന് പറയുന്നത് ഹൈവേ ആണ്, കൊല്ലകൽ പാതയാണ്, കോഴിക്കോട് നിന്ന് കൊല്ലകലിലേക്ക് പോകുന്ന ദേശീയ പാതയാണ്. ആ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചത്ത പശുവിന്റെ ജഡവുമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇത് പശു കിടാവാണ്, അതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെ അതിന്റെ പല്ലിന്റെ അളവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും അതിന്റെ അളവുകൾ പരിശോധിക്കുമ്പോൾ കടുവയാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. പ്രതിഷേധം തുടരുകയാണ്. ഇത് സർവകക്ഷി പ്രതിഷേധമാണ്. നഗരസഭാ ചെയർമാൻ ഐസക് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. മാത്രമല്ല, CPIഎമ്മിന്റെ ഏരിയ സെക്രട്ടറി ഹാരിസ് അടക്കമുള്ള നേതാക്കളുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, മറ്റ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. അത്തരത്തിലൊരു ജനകീയ സമരം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പശുവിന്റെ ജഡവുമായി ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. DFO സ്ഥലത്തെത്തണം എന്നുള്ളതാണ് ആവശ്യം. DFO സ്ഥലത്തെത്തി ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് പങ്കുവെക്കണം. ഇത് കടുവ തന്നെയാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ വനം വകുപ്പ് പറയുന്നത് പുലിയാണ് എന്നുള്ളതാണ്. പുലിയായാലും കടുവയായാലും ആളുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. അതൊരു എസ്റ്റേറ്റ് മേഖലയാണ്, തേയിലത്തോട്ടം ഉൾപ്പെടെയുള്ള മേഖലയാണ്. എന്തായാലും അവിടെയാണ് കാപ്പിത്തോട്ടമുണ്ട്. ആ മേഖലയിലാണ് ഇങ്ങനെ നിരന്തരം വന്യജീവികൾ ഇറങ്ങുന്നത്. അത് പുലിയാണോ എന്നാണ് തർക്കം. കടുവയാണെങ്കിലും പുലിയാണെങ്കിലും അതൊരു പശുവിനെ കൊന്നിട്ടുണ്ട്. അത് മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തിയുള്ള ജീവിയാണ്. രണ്ടാണെങ്കിലും സ്വാഭാവികമായും നാട്ടുകാർക്ക് വലിയ ആശങ്കയും ആധിയുമുണ്ട്. അവർ പ്രതിഷേധത്തിലുമാണ്. ആ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം.